നമസ്കാരം, ഞാൻ രാജേഷ് കുമാർ. ഞാനിന്ന് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത സുഹൃത്തിനുണ്ടായ ഒരു ദുരനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റൈസ് ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പരിവാഹൻ എന്ന ഹെഡ്, അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തെങ്കിലും നമ്മൾ വാഹനത്തിൻ്റെ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ, വല്ല ഫൈൻ അടയ്ക്കാനോ ഓവർ സ്പീഡിൻ്റെ ഫൈനോ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതിൻ്റെ ഫൈനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്ന ഒരു ആപ്പാണ് പരിവാഹൻ. ഇതിൻ്റെ ഹെഡ് പ്രകാരം അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലിങ്ക് വരികയാണ്. അപ്പോൾ ഈ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ആവാമെന്ന് കരുതി ആ ലിങ്ക് അങ്ങോട്ട് ഓപ്പണായി. ലിങ്ക് ഓപ്പൺ ആക്കിയോടുകൂടി ഫോൺ ഹാങ് ആയി. പിന്നെ ഫോൺ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചൂടായി. ഫോൺ ഭയങ്കരമായിട്ട് ചൂടാവണം, ഹീറ്റാവണം. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഫോണിന് താഴ്ത്തൊക്കെ വീണിട്ട് എന്തെങ്കിലും സംഭവിച്ചാവാം എന്ന് കരുതി. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയാണ് ആരോ. ഫോൺ ഹാക്ക് ചെയ്തേക്കാണെന്ന് മനസ്സിലായി. 1-2 മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ 10 lakhs rupees, അതായത് 10 ലക്ഷം രൂപ 3 പ്രാവശ്യമായിട്ടോ 4 പ്രാവശ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത് വിഡ്രോവൽ നടന്നിരിക്കുകയാണ്. ബാങ്കിലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു അറിവില്ല. അപ്പോൾ നമ്മൾ ഈ FD ഇട്ടിരിക്കുന്ന എമൗണ്ടിന് പോലും അവർക്ക് ഒരു ബാങ്കിനൊരു ഗ്യാരണ്ടി തരാൻ പറ്റാത്ത സാഹചര്യം എന്തായിരിക്കും? അപ്പോൾ നമ്മളെല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. FD എമൗണ്ട് ആണെന്ന് കരുതി നമ്മൾ ഗ്യാരണ്ടി വാങ്ങാതെ പോകരുത്. ഏത് ബാങ്കിലാണെങ്കിലും നമ്മൾ ഈ FD എമൗണ്ടിന് നമ്മളുടേതായ ഗ്യാരണ്ടി നമ്മൾ വാങ്ങിച്ചിരിക്കണം, നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈബർ ആക്രമണങ്ങളും സൈബർ തട്ടിപ്പുകളും അടക്കി വാഴുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് നമ്മൾ പോലീസുകാരെയോ നിയമത്തെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരിധി വരെയും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത്ര കണ്ട് ശാസ്ത്രം വളർന്നു. ഇത് ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൂടാണ്ട് വേറെ തട്ടിപ്പ് വരുന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അറിയാണ്ട് ഒരു 10,000, 20,000, 25,000 രൂപയൊക്കെ ക്യാഷായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ വിളിക്കും. ചിലപ്പോൾ മലയാളം തന്നെ ആണെന്നില്ല, ചിലപ്പോൾ ഇംഗ്ലീഷിലാവാം, തമിഴിലാവാം, ഹിന്ദിയിലാവാം. നമ്മുടെ നിന്ന് പൈസ അറിയാണ്ട് ഞങ്ങളുടെ നിന്ന് വന്നാണ്, ഞങ്ങൾക്ക് തിരിച്ച് ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ തിരിച്ചവർക്ക് നമ്മുടെ ഗൂഗിൾ പേ മുഖാന്തരം ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യരുത്. ബാങ്കിൽ ചെന്നിട്ട് ബാങ്ക് മുഖേന അവിടെ നിന്ന് അവരുടെ ബാങ്ക് ഡീറ്റെയിലും കൂടെ പാസ് ചെയ്തിട്ട് ഈ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതി മാത്രം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാത്ത പക്ഷം നമ്മളിനി ഗൂഗിൾ പേ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ ഫുൾ ക്യാഷും നിമിഷ നേരം കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ആകുന്ന സൈബർ തട്ടിപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിൽ വേറൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ മനഃപൂർവ്വം ഏതെങ്കിലും ആളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സംഭവിക്കാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുജിത്ത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള സുജിത്തിന് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ വേറൊരു സുജിത്തിൻ്റെ പേരിലേക്ക് പോയി. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് പുള്ളി അയച്ചു തന്നു. എല്ലാം അങ്ങനെ ആവണം എന്നില്ല. ഇപ്പോൾ ഉള്ള പുതിയ തട്ടിപ്പ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അബദ്ധത്തിൽ പോകുന്നവർ എന്നോട് ക്ഷമിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും നമ്മുടെ FD അക്കൗണ്ടും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാങ്കുമായിട്ട് നല്ലൊരു ടേംസിൽ എഗ്രി ചെയ്ത് യൂസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ മൊബൈലിൽ വരുന്ന അനാവശ്യമായ ലിങ്കുകളും മെസ്സേജുകളും മാക്സിമം ഓപ്പൺ ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക, ഇതൊക്കെ ചെയ്യണം. കാരണം നമ്മുടെ തലമുറയിലുള്ള പുതിയ തലമുറയിലെ ആളുകൾക്ക് പലർക്കും അതൊക്കെ അറിയാൻ പറ്റും. പഴയ തലമുറയിലുള്ള കാരണന്മാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. അവർ മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാണ്ട് ഒന്ന് ലിങ്ക് ഞെക്കിയാൽ പലതും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം ഈ മെസ്സേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.